ഹലോ നമസ്കാരം. നമ്മുടെ ഒരു എസ്.വി.എസിന്റെ പാത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മള് പൊന്നാനിയില് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത എസ്.വി.എസ് ആണ്. ഡേ ആൻഡ് ഫ്രഷ് എന്ന് പറയുന്ന എസ്.വി.എസ്. പുതിയ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മുടെ എസ്.വി.എസിന്റെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഓരോ ടൗണുകളിലുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ഒരു പാറ്റേൺ കാണിക്കാം. നമ്മൾ ജൂൺ മാസത്തില് നമ്മൾ ആദ്യം എസ്.വി.എസ് സംസാരിക്കുന്നു. അവർക്ക് ലോഗോ ഡിസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ അഡ്വൈസ് കറക്റ്റായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള അഡ്വൈസ് അവർ കൊടുക്കുന്നു. അതിനുശേഷം എസ്.വി.എസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ ആധാർ കാർഡ് അവർ അയച്ചിരുന്നു. എഗ്രിമെന്റിലേക്ക് മൂവ് ചെയ്യുന്നു. എഗ്രിമെന്റിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ദിവസവും അവർക്ക് നമ്മുടെ അവയർനെസ് വീഡിയോസുകൾ നൽകുന്നുണ്ട്. കറക്റ്റായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ എഗ്രിമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. എഗ്രിമെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരെ ഓഫീസിൽ അവരായിട്ട് ഡയറക്റ്റ് മീറ്റിംഗ് നടത്തുന്നു. പിന്നെ അതിനുശേഷം അവർ ഓരോ അപ്ഡേറ്റുകളും കറക്റ്റായിട്ട് നമ്മളെ അറിയിക്കുന്നു. അവര് വ ക ഡെലിവറിക്ക് വേണ്ടിയിട്ട് പൊന്നാനിയിൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗോദ്റേജിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഗോദ്റേജിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് സപ്ലൈക്ക് വേണ്ടിയുള്ള വാഹനം റെഡിയാക്കുന്നു. അതിനുശേഷം എഗ്രിമെന്റ് കംപ്ലീറ്റ് ആയി. എഗ്രിമെന്റ് സൈൻ ചെയ്ത് അതിന്റെ ഡോക്യുമെന്റ് അവർക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഓരോ അഡ്വർടൈസ്മെന്റുകളും അവരുടെ ഏരിയയിൽ അഡ്വർടൈസ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഭാഗത്തും അവരുടെ അഡ്വർടൈസ്മെന്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നു. നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവർക്ക് വേണ്ട വോയിസുകൾ, സപ്പോർട്ടുകൾ കൊടുക്കുന്നു. നമ്മൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നു. ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റായിട്ടുള്ള വീഡിയോ അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു. ഹലോ അതെങ്ങനെ നമസ്കാരം. ഡോക്യുമെന്റ് ചെയ്യണം എന്ന് നമ്മുടെ പറയുന്ന തരത്തില് പുതിയ ഒരു പുതിയ ആഹ്, ഒരു പുതിയ ഒരു ഷോപ്പ് നമ്മൾ കിട്ടുന്ന സമയത്ത് അതിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണിച്ചു കൊടുത്തത്. അതിനുശേഷം നമ്മുടെ അവർക്ക് വേണ്ട ഫ്ലെക്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഓരോ അവയർനെസ് വീഡിയോസും അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ബോർഡ് പോലെയുള്ള അവിടെ ഇല്ല ഓരോ സ്ഥാപനത്തിന്റെ അപ്ഡേറ്റുകളും നമ്മളെ കറക്റ്റ് അറിയിക്കുന്നുണ്ട്. അവരവിടെ ഓഫീസ് റൂം സെറ്റ് ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട്. ഓരോ സമയത്തും നമ്മൾ അവയർനെസ് വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പോസ് പർച്ചേസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അവരുടെ ഓഫീസിന്റെ ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് ചെയ്തു. ഓരോ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മളവിടെ അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ അഡ്വർടൈസ്മെന്റ് അവർക്ക് ഇത് ചെയ്തു. മാത്രമല്ല പിന്നെ ടൂളുകള് ബിൽ ബുക്ക് പോലെയുള്ള ടൂളുകള് ചെയ്തു. 7-ാം മാസം 13-ാം തീയതി ഫസ്റ്റ് ഡേ നമ്മളവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് മാർക്കറ്റിംഗ് മാനേജറാണ് അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ 21ഓളം ഷോപ്പുകള് അവിടെ ഓർഡർ ഒരു പുതിയ സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 21 പുതിയ ഷോപ്പ് ഒരു പാക്കറ്റ് ആയിക്കോട്ടെ. പക്ഷേ 21 പുതിയ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അതൊരു പോസിറ്റീവ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതിനുശേഷം എന്നാണ് ഡെലിവറി പ്ലാൻ ചെയ്യുന്നതെന്ന് പ്ലാൻ ചെയ്യുന്നു. 17-ാം തീയതിയാണ്. ഇതിപ്പോ നമ്മൾ സംസാരിക്കുന്നത് 16-ാം തീയതി രാത്രിയിലാണ്. 17-ാം തീയതി ഡെലിവറി 3 ദിവസത്തെ വർക്കിന് ശേഷം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ആഹ് 14-ാം തീയതി വീണ്ടും അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് ഏകദേശം ഒരു 20ഓളം ഷോപ്പുകളിൽ അന്നും സംസാരിക്കുന്നു. ആ 2 ദിവസത്തെ ഓർഡറിനനുസരിച്ച് പിന്നെ 3-ാമത്തെ ദിവസത്തെ വർക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നു. 15-ാം തീയതി വർക്ക് ചെയ്തു. 15-ാം തീയതി ഏകദേശം ആഹ് 23 ഷോപ്പുകളിൽ അഡീഷണൽ ആയിട്ട് കയറി. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മള് ഇന്ന് 16-ാം തീയതിക്കത്തെ വർക്ക് കൂടെ കഴിയുമ്പോൾ 16-ാം തീയതി വീണ്ടും ഏകദേശം ഒരു 8 ഷോപ്പുകളിൽ വീണ്ടും കയറിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഫൈനൽ ഇന്ന് രാത്രി 17-ാം തീയതി രാത്രി അല്ല 16-ാം തീയതി 17-ാം തീയതി സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഏഹ്, ഓർഡർ തരുന്ന സമയത്ത് നോക്കുക. നമ്മൾ സാധാരണ ആഹ്, ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ, പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ 25 പ്ലസ് 380 പാക്കറ്റ് 25 ബോക്സ് 380 പാക്കറ്റ്. 380 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹരിക്കണം 24 16 ബോക്സാണ്. 15.83 ബോക്സ്. പ്ലസ് നമുക്ക് വരുന്നത് അവിടെ വന്നത് എത്ര ബോക്സാണ്? 25 ബോക്സ്. പ്ലസ് 25 ബോക്സ്. 40 ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡേ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഇനി ഇതൊന്ന് അലൈൻമെന്റ് വരാനുണ്ടാവും. കുറച്ച് കുറഞ്ഞിട്ട് ഒന്ന് സെറ്റായി വരാനുണ്ടാവും. ഓക്കെ. എങ്കിൽ പോലും ഇത് നല്ലൊരു അലൈൻമെന്റ് ആണ്. നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ മാർക്കറ്റിംഗിന്റെയും നമ്മുടെ ബ്രാൻഡിന്റെയും നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന്റെയും പ്രത്യേകതയാണിത്. ഒരു ടൗണിലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ബോക്സാണ്. നമ്മൾ സാധാരണ തുടങ്ങല് 4 5 ബോക്സ് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ നല്ല മാർക്കറ്റാണ്, നല്ല റിസൾട്ടാണ്, നല്ല ഒരു പോസിറ്റീവ് റിസൾട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. താങ്ക് യു.